Dear children, let us start our class. Okay. Today we are going to discuss some constructions based on the last concept. What is that? The angle made by any arc of a circle on the alternate arc is half the angle made at the center. Okay. We can use this principle to half the angles. Okay. Listen one example. We have one angle 80 degree. Okay. Now we can half this angle without using our protractor. How to draw? Can you say? Okay. Just listen. First, let us draw one line or diameter. Now join these 2 points. Now the angle on the circle is 40 degree or half of 80 degree. The angle at the center is 80 degree. Then the angle on the circle is 40 degree or half of 80 degrees. Okay. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ആർക്കാണ് അല്ലേ. ഈ ആർക്കിൽ നിന്നുള്ള സെൻട്രൽ ആംഗിൾ ആണ് എന്ത് 80 ഡിഗ്രി. ദെൻ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഈ വലിയ ഭാഗം, ഈ ലാർജർ പാർട്ട്. അപ്പോൾ ഈ ആർക്കിലെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ഹാഫാണ് അതിൻ്റെ ഓൾട്ടർനേറ്റിലെ സർക്കിളിലെ ആംഗിൾ വരുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് പറയുന്നത് ദി ആംഗിൾ ഹാഫ് ദി ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെൻറ്റർ. സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ഓൾട്ടർനേറ്റ് ആർക്കിൽ വരുന്ന എന്താണ് അല്ലെങ്കിൽ സർക്കിളിൽ വരുന്ന ആംഗിൾ കിട്ടുക. ഓക്കെ. ഇനി നമുക്ക് വീണ്ടും ഈ 40 ഡിഗ്രീനെ എന്ത് ചെയ്യാം, ഹാഫാക്കി മാറ്റാം. അതെങ്ങനെയാണ് ചെയ്യാം? യെസ്, ഇവിടെ നമ്മൾ വെച്ച് സർക്കിൾ വരച്ചാൽ എന്ത് ചെയ്യാം, ഈ പോയിന്റിലൂടെ അല്ലേ നമ്മൾ സർക്കിൾ പാസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ 40 ഡിഗ്രി നമുക്ക് എന്തായിട്ട് കിട്ടുക, സെൻറ്ററിലെ ആംഗിളായിട്ട് വരും. അപ്പോൾ എങ്ങനെ വരിക, 40 ഡിഗ്രി സെൻറ്ററായിട്ടൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സർക്കിളിലെ സെൻറ്ററാണ് ഇവിടെ എന്ത് 40 ഡിഗ്രിയിലെ പോയിന്റ് കിടക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിളാണ് എന്ത് 40 ഡിഗ്രി. ഇനി ഇവിടെ നോക്കുക, ഈ 40 ഡിഗ്രി വരുന്നത് ഈ ആർക്കാണ്. ഓക്കെ. അപ്പോൾ ബാക്കി വരുന്ന ഇത്രയും ഭാഗം അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക്. നൗ ആസ് ഇൻ ദ ലാസ്റ്റ് കേസ് ജസ്റ്റ് എക്സ്റ്റെൻഡ് ദിസ് ലൈൻ. ഓക്കെ. ഇനി നമുക്ക് ഈ പോയിന്റിലൂടെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ലൈന് വരച്ചു കൊടുക്കേണ്ടത്. സോ ദിസ് ആംഗിൾ ഈസ് എന്താ പറയുക 20. അപ്പോൾ ഹാഫ് ഓഫ് 80 40, ഹാഫ് ഓഫ് 40 20. അതെങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇനി നമുക്ക് അടുത്തത് കിട്ടുക എന്താ 10 കിട്ടും. അതെങ്ങനെയാണ്, ഇവിടെ നമ്മൾ 20 സെൻറ്ററായിട്ടൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇതേപോലെ ഒരു ആർക്ക് അവിടെയും വരും. ദെൻ ആ ആർക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രൽ സർക്കിളിലെ സെൻറ്ററും അതേപോലെ സർക്കിളിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലൊരു പോയിന്റും കൂടെ ജോയിൻ ചെയ്താൽ ആ സെൻറ്ററിൽ വരുന്ന ആംഗിളിൻ്റെ പകുതി എവിടെ വരും, സർക്കിളിലെ ആംഗിൾ വരും. ഓക്കെ. ഇതേ പ്രോസസ്സ് ഇപ്പോൾ എങ്ങനെ വരിക, ഇതിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത് അല്ലേ. ഇതെന്താണ് സെൻട്രൽ ആംഗിൾ. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്താൽ ഈ ആംഗിൾ എന്താ കിട്ടുക 10 ആവും. ഓക്കെ. ഈ ലൈനിൽ നിന്ന് ഇങ്ങനെ പോവും. നമുക്ക് ഈ 2 പോയിൻറ്റ്സ് ഈ ആർക്കിൻ്റെ ഈ സർക്കിളിൻ്റെ ഈ ആർക്കിലെ പോയിൻറ്റ്സ് ജോയിൻ ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും 10 ഡിഗ്രി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾസിൻ്റെ ഹാഫുകൾ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 30 ഡിഗ്രി 70 ഡിഗ്രി ആൻഡ് 80 ഡിഗ്രീസ് ആൻഡ് ഓഫ് circumradius 2.5 centimeter. What is circumradius or circumcircle? Did you remember? We drew in the last year or 9th standard circumcircles. Okay. What is the circle pass through the 3 vertices of a triangle is called a circumcircle. Okay. ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക, circumcircle. അതിൻ്റെ റേഡിയസ് ആണ് circumradius. Now our question is,
Draw a triangle of angles 30 degrees, 70 degrees and 80 degrees and of circumradius 2.5 centimeter. ഇപ്പോൾ circumradius 2.5 centimeter ആണ്. ആ സർക്കിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് വരക്കുന്നത്? ട്രയാങ്കിൾ. So first, what are the angles? 30 degree. The next 70 degree and third one 80 degree. Now we take the double of these angles. What is double of 30 degrees? 60. The next 140. Then 80, 160. Okay. Now first draw a circle with circumradius 2.5 centimeters. So first draw a circle. Okay, radius is 2.5 centimeters. Now let us mark one radius 2.5 centimeter. Now what are the angles? 30 degrees, 70 degree and 80 degrees. So first we take the double of the given angles. First double of 30 degree is 60 degree. Now just mark 60 degree. 60. Here 60 degree. Okay. Now next 140. 140 is here. ഇവിടെ നിങ്ങൾക്ക് 0, 10, 20 ഇങ്ങനെ 140. Here 140. 140. Now here we already have what is 160. Total 360. Now let us join these 3 points. And third points. Okay. Next, ഇനി നമുക്ക് ഓരോ ആംഗിൾസ് മാർക്ക് ചെയ്യാം. ഹിയർ 60 ഡിഗ്രി. ഇവിടെ എന്ത് വരും? 30. നെക്സ്റ്റ് ഇവിടെ അല്ലേ 140 കിടക്കുന്നത്. അപ്പോൾ ഈ 140 എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 പോയിൻറ്റ്സ് ഇവിടെയാണ് അല്ലേ. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് വരുന്ന സർക്കിൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരിക. അപ്പോൾ 140ൻ്റെ ഇവിടെ 70. നെക്സ്റ്റ് 160 ആണ് ഇവിടെ ഉള്ളത്. ഈ 160 എന്ന് പറഞ്ഞത് ഈ കോഡിൽ നിന്ന് വരുന്ന 2 ആംഗിൾസ് അല്ലേ. ട്രയാങ്കിളിലെ സൈഡ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സർക്കിളിൻ്റെ കോഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ 3 സൈഡുകളും ഈ സർക്കിളിൻ്റെ എന്താണ്? കോഡ്സ്. അപ്പോൾ ഈ കോഡിൻ്റെ എൻഡ് പോയിൻറ്റ്സ് നോക്കുക. സർക്കിളിൽ ജോയിൻ ചെയ്ത് ഇവിടെ ആംഗിൾ 160. അപ്പോൾ 160 ആകുമ്പോൾ ഈ കോഡിൽ നിന്ന് വരുന്ന ആംഗിൾസ് സർക്കിളിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ അല്ലെങ്കിൽ ലാർജർ പാർട്ടിൽ വരുന്ന ആംഗിൾ ഇവിടെ എത്ര വരിക? ഹാഫ് ഓഫ് 160, 80. ഓക്കെ. അപ്പോൾ ദിസ് ഈസ് അവർ റിക്വയർഡ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 30 degrees, 70 degree and 80 degrees. Okay, clear? First we draw one circle with radius 2.5 centimeters and take the double of the given angles. First 30, 60, then 70, 140, 80, 160. The next let us draw another method. The same question. All of listen. Radius 2.5 centimeter. 2.5 centimeter. The next here we all take only one angle. So our first angle 30 degree and double of 30 is 60 degree. So first mark the angle at the center is 60. 10, 20, 30, 40, 50, 60. Okay, നമ്മൾ ഈ ലൈനിലാണ് പ്രൊട്രാക്ടർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആംഗിൾ ഹിയർ 60. Then 60. Now next join these 2 points. ഇനി നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ആംഗിൾ 70 ഡിഗ്രി. ഇപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക 70 ഡിഗ്രി.
70. ഓക്കെ, അപ്പോൾ ഈ ലൈനിലാണ് നമ്മൾ വെച്ചത് പ്രൊട്രാക്ടർ. ഇവിടെ 70 ഡിഗ്രി. Let us draw like this. Then join these 2 points. So what is this angle? This is 80. Okay, third angle is 80. So here 70 and this angle 80. Then third angle is 30. 60 half ആണ് ഇവിടെ വരിക അല്ലേ. The angle at the center is 60 degree. Then the angle on the larger part or the angle on the alternate arc is half the angle made at the center, or half of 60 is 30 degree. So the angles are 30, 70 and 80. Okay, clear? We have discussed 2 methods to draw this triangle. Okay, next question. Draw a triangle of circumradius 3 centimeters and 2 of the angles 32 1/2 degree and 37 1/2 degree. Okay, so first we take the double of 32 1/2. What is that? Double of 32 1/2? 65. The next 37 1/2 is 75. 37 plus 37, 7 plus 7 14, then 1, 3 plus 3 6 plus 1 74, then 2 half, that is 1. So 74 plus 1 is 75. Now first draw one radius. What is the circumradius? 3 centimeters. 3 centimeters. The next we want to mark 65 degrees. (65). Then second angle is 75. (70), 10, 20, 30, 40, 50, 60, 70 and 75. Now let us join these points. So what is given in the question? Draw a triangle of circumradius 3 centimeters and 2 of the angles 32 1/2 and 37 1/2. Okay, 32 1/2 37 1/2 ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾ ആണ് നമുക്ക് വരക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 65 75 മാർക്ക് ചെയ്തിട്ടുണ്ട്. 65 ഈസ് ഡബിൾ ഓഫ് 32 1/2, 75 ഈസ് ഡബിൾ ഓഫ് 37 1/2. ഓക്കെ, അപ്പോൾ നമ്മളിനി എവിടെ ഈ 65ൻ്റെ 75ൻ്റെ ഹാഫുകൾ ഇവിടെ മാർക്ക് ചെയ്യുക? എവിടെ 65 എന്ന് പറയുന്നത് ഏതാ രണ്ട് ആംഗിള്? ഈ 2 പോയിൻറ്റ്സ് നിന്ന് വരുന്ന ആംഗിളാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ 2 പോയിൻറ്റ്സ് നിന്ന് അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ പോകുന്ന ആംഗിൾ ഇവിടെ ഏതാ? അങ്ങനെ ഒരു ആംഗിൾ ഇതിലുണ്ടോ? ഇതല്ല ഈ ആർക്ക് അല്ലേ. അപ്പോൾ ഇതല്ല ഇതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുമ്പോൾ 65ൻ്റെ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുമ്പോൾ ഈ 2 പോയിൻറ്റ്സ് ഇത്രയും ഭാഗം വരുന്നതാണ്. അതിൽ ഈ ആംഗിൾ ഇവിടെ വരുന്നുണ്ടോ? ഇല്ല. സോ ഫസ്റ്റ് നമ്മൾ ഈ 2 പോയിൻറ്റ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നൗ ഇപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പോയിന്റിലും സെൻട്രൽ ആംഗിളാണ് 65 ഡിഗ്രി. ഇനി അതേ 2 പോയിൻറ്റ്സിൽ നിന്ന് സർക്കിളിൽ വരുന്ന ആംഗിൾ ഏതാ? അപ്പോൾ നമുക്കിവിടെ ഒരു ആംഗിൾ കിട്ടൂലേ? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദിസ് ആംഗിൾ? ഇത് ഇവിടുന്ന്
പിന്നെ ഏത് പോയിന്റിൽ നിന്നാണ് വരുന്നത്? ഈ പോയിന്റിൽ നിന്ന്. അതേപോലെ ഏത് ആംഗിൾസ്? 65 ആൻഡ് 75. ഏതൊക്കെയാണ് അതിൻ്റെ ഹാഫുകൾ വരിക? ഇവിടെ ഒരു ആംഗിൾ വരും, ഇവിടെ ഒരു ആംഗിളും വരും അല്ലേ? അപ്പോൾ അതാണ് എന്ത്? 32 1/2 ആൻഡ് 37 1/2. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ സെക്കൻഡ് മെത്തേഡ്, ആസ് ഇൻ ദ ലാസ്റ്റ് കേസ്. ഫസ്റ്റ് ഡ്രോ വൺ റേഡിയസ്. What is the radius? 3 centimeters. 3 centimeters. The next, ഫസ്റ്റ് നമ്മൾ 65 എടുക്കുക, അതായത് 32 1/2ൻ്റെ ഡബിൾ, അത് എത്രയാ? 65. അല്ല ഇവിടുത്തെ ഫസ്റ്റ് ആംഗിൾ 32 1/2. സോ നമ്മൾ അതിൻ്റെ ഡബിൾ എടുത്തിട്ട് ഫസ്റ്റ് 65 മാർക്ക് ചെയ്യാം. Then join these 2 points and listen. 32 37 കൂടെ ടോട്ടൽ ചെയ്ത് എത്ര വരിക? 7 + 2 9, 3 + 3 6, 69. Then plus half 1. Okay, this is 70. ഇപ്പോൾ ട്രയാങ്കിളിലെ ബാക്കി ആംഗിൾ എത്ര വരിക? 180 മൈനസ് 70, ദാറ്റ് ഈസ് 110. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ആംഗിളിന് എന്തായിട്ട് മാർക്ക് ചെയ്യാം? 110. ഹിയർ 110. ഓക്കെ, 10 20 30 40 50 60 70 80 90, then 110. അല്ലെങ്കിൽ ഇവിടുന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം 110. അപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിൾ ഇങ്ങനെ കിട്ടുക. ദിസ് ഈസ് 110. ഓക്കെ, അപ്പോൾ ഇവിടെ 65 ആണല്ലേ? ഈ 65ൻ്റെ 2 പോയിൻറ്റ്സ് ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ? 65 സെൻറ്ററിലുള്ള ആംഗിളാണ്, അതിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ് സർക്കിൾ ഇവിടെയാണ് കിടക്കുന്നത്. ആ 2 എൻഡ് പോയിൻറ്റ്സ് നിന്ന് പോകുന്ന 2 ആംഗിൾ ഇവിടെയാണ് എന്ത്? 65ൻ്റെ പകുതി. എത്രയാ 65ൻ്റെ പകുതി? 32 1/2. 32 1/2 ഇവിടെ വരും. 65ൻ്റെ ഹാഫ് 32 1/2. അപ്പോൾ അതിൻ്റെ തേർഡ് ആംഗിൾ ഇവിടെ എത്ര വരിക? വാട്ട് ഇസ് ദിസ്? 37 1/2. 37 1/2. അപ്പോൾ ട്രയാങ്കിൾ കിട്ടി. അതൊക്കെയാണ് ആംഗിൾസ്: 32 1/2, 37 1/2 ആൻഡ് 110. ഓക്കെ, ഇനി ഇവിടെ ഏതൊക്കെയാണ് ആംഗിൾസ് വരിക? 65ൻ്റെ ഹാഫ് ഏതൊക്കെയാണ് വരിക? ആ 2 എൻഡ് പോയിൻറ്റ്സ് നിന്ന് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? 65ൻ്റെയും 75ൻ്റെയും ഹാഫുകൾ ഇതിലെവിടെ മാർക്ക് ചെയ്യുക നമ്മൾ? എനിക്ക് പറയാൻ പറ്റുമോ? ഈ 2 പോയിൻറ്റ്സ് നിന്നാണ് 65 വരുന്നത് അല്ലേ? ഇതേ 2 പോയിൻറ്റ്സ് നിന്ന് സർക്കിൾ ആംഗിൾ പോകുന്നത് എവിടെയാണ്? ഈ പോയിന്റിൽ നിന്നും ആംഗിൾ പോകുന്നത് എവിടേക്കാണ്? ഇവിടെയാണ് അല്ലേ? ഇവിടെ അല്ലേ 65 കിടക്കുന്നത്? അതേ 2 പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ നിന്നും ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് സർക്കിൾ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ 65ൻ്റെ ഹാഫ് ഇവിടെ എന്ത് വരും? 32 1/2. ഇനി അതേപോലെ 75 വരുന്നത് ഏതാ? ഈ 2 പോയിന്റിൽ നിന്ന് അല്ലേ? ഇവിടെയാണ് നമ്മൾ 75 മാർക്ക് ചെയ്തിട്ടുള്ളത്, ഈ ആംഗിൾ. അപ്പോൾ അതേ 2 പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് പോകുന്ന ആംഗിൾ ഏതൊക്കെയാണ്? 75 ഈ പോയിന്റിൽ നിന്നും അതേപോലെ ഈ പോയിന്റിൽ നിന്നും. അപ്പോൾ ഈ ആംഗിളാണ് എന്ത്? 37 1/2.
2. ഓക്കെ, ക്ലിയർ? അപ്പോൾ അതിൻ്റെ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്താ? നമ്മളോട് പറഞ്ഞിട്ടില്ല തേർഡ് ആംഗിൾ. തേർഡ് ആംഗിൾ എന്തായിരിക്കും? 110 ആവും അല്ലേ? 110. ഇത് തമ്മിൽ ആഡ് ചെയ്ത് എത്ര വരിക? 65ഉം 75. എത്ര ടോട്ടൽ കിട്ടുക? 10. ദെൻ ഹിയർ 5 + 5 10. ദെൻ 1. നെക്സ്റ്റ് 140. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ 65 കിട്ടുക, ടോട്ടൽ 140. ഇനി നമുക്ക് ഈ ബാക്കി ആംഗിൾ എന്ത് കിട്ടും? 360 മൈനസ് 140. ദിസ് ഈസ് 220. ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 2 + 4 6, 2 + 1 3, 220. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 220. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമില്ല, നമുക്ക് രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. ആംഗിൾസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്താ കിട്ടുക? 110 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് തന്നത് 32 1/2 ആൻഡ് 37 1/2. അത് ഓൾറെഡി ആ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ ആംഗിൾ എന്തെന്നെ വരും? 110. ഇവിടെ നമ്മൾ ഈ ആംഗിൾ ഇവിടെ നമുക്ക് ഹാഫ് എടുത്ത് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ തേർഡ് ആംഗിൾ കണ്ടെത്തിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ആ കൺസ്ട്രക്ഷനിലെ രണ്ട് മെത്തേഡുകളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ ആംഗിൾസ് മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 65 വന്നത് ഈ രണ്ട് പോയിൻറ്റ്സിൽ നിന്നാണ്. അപ്പോൾ ആ രണ്ട് പോയിൻറ്റ്സിൽ നിന്ന് ആംഗിൾസ് വരുന്നത് ഇവിടെയാണ് 32 1/2. 75 എന്ന് പറയുന്നത് ഈ രണ്ട് പോയിൻറ്റ്സിൽ നിന്ന് വരുന്ന ആംഗിളാണ്. ആ രണ്ട് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആംഗിൾ ഇങ്ങോട്ടാണ് വരുന്നത്. ഇപ്പോൾ 37 1/2. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ആംഗിൾസ് ആൻഡ് our required triangle. Okay, today's class is over. Thank you.